2026 തുടക്കത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മലയാളി വീടുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കുട്ടിയെ എഞ്ചിനീയറിംഗിന് വിടണോ, അതോ നേഴ്സിംഗിന് വിടണോ, അതോ പണി പോകാത്ത വല്ല പണിയുമുണ്ടോ? സത്യത്തിൽ IT മേഖലയിൽ മാത്രമല്ല, ബാങ്കിങ്ങിലും ടീച്ചിങ്ങിലും നേഴ്സിംഗിലും വരെ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കയറിക്കൂടി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ 8 വർഷമായി ജോലി ചെയ്യുന്ന സുധീറിന്റെ കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ മാസം സുധീറിന്റെ കമ്പനിയിൽ 50 ജൂനിയർ ഡെവലപ്പർമാരെ എടുക്കുന്നതിന് പകരം അവർ പുതിയൊരു AI ഏജന്റിനെ ഇൻസ്റ്റാൾ ചെയ്തു. 10 പേർ ആഴ്ചകൾ കൊണ്ട് ചെയ്തിരുന്ന കോഡിംഗ് ആ സിസ്റ്റം വെറും ഒരു ദിവസം കൊണ്ട് തീർക്കുന്നു. സുധീറിന് വലിയ പേടിയായി. അടുത്തത് തൻ്റെ ഊഴമാണ്. എന്നാൽ സുധീറിന്റെ സുഹൃത്ത് രഘു ചെയ്തത് മറ്റൊന്നാണ്. അയാൾ ആ AI ടൂൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചു. ഇന്ന് രഘുവിന്റെ ശമ്പളം 30% കൂടി. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പണി പോകുമോ എന്ന പേടിയും മറ്റൊരാൾക്ക് ശമ്പളം കൂടുമോ എന്ന സാഹചര്യം ഉണ്ടായത്? ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 40% ജോലികളിലും AI സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. പക്ഷേ പേടിക്കേണ്ട, ഇതൊരു ജോലി പോകുന്ന കാലമല്ല, മറിച്ച് ജോലി മാറുന്ന കാലമാണ്. ഏതൊക്കെ ജോലികൾക്കാണ് ശരിക്കും ഭീഷണിയുള്ളത്? AIക്ക് തൊടാൻ പറ്റാത്ത മേഖലകൾ ഏതൊക്കെ? 2026 ഹൈബ്രിഡ് സ്കിൽ എന്നാൽ എന്താണ്? ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഒരു സാമ്പത്തിക നേട്ടമാക്കി മാറ്റാം? വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ ആർക്കൊക്കെയാണ് പണി പോകാൻ സാധ്യതയെന്ന് നോക്കാം. പാലക്കാട് ഒരു അക്കൗണ്ടിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പ്രിയയുടെ ഒരു ഉദാഹരണം നമുക്കെടുക്കാം. ദിവസവും വൗച്ചറുകൾ എൻട്രി ചെയ്യുക, ടാക്സ് കണക്കാക്കുക എന്നതായിരുന്നു പ്രിയയുടെ പണി. എന്നാൽ ഇപ്പോൾ AI അധിഷ്ഠിതമായ സോഫ്റ്റ്വെയറുകൾ സ്കാൻ ചെയ്യുന്നതിലൂടെ ഈ ഡാറ്റ സെക്കൻഡുകൾക്കുള്ളിൽ പ്രോസസ് ചെയ്യുന്നു. പ്രിയയുടെ പഴയ ജോലിക്ക് അവിടെ പ്രസക്തിയില്ലാതായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ലോജിക്കുണ്ട്. ആവർത്തന സ്വഭാവമുള്ള ബുദ്ധിപരമായ ജോലികൾ, അതായത് റൊട്ടീൻ കോഗ്നിറ്റീവ് ടാസ്ക് എല്ലാം AI ഏറ്റെടുക്കും. നാസ്കോമിന്റെ 2026 ലേറ്റസ്റ്റ് വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് പ്രകാരം എൻട്രി ലെവൽ കോഡിംഗ്, ഡാറ്റ എൻട്രി, ബേസിക് അക്കൗണ്ടിംഗ് ജോലികളിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. മുമ്പ് ഒരു വലിയ ബാങ്കിന് 100 പേരെ വേണ്ടിയിരുന്ന ലോൺ പ്രോസസ്സിംഗ് സെക്ഷനുകളിൽ ഇന്ന് AI സഹായത്തോടെ വെറും 20 പേർ മതി. ബാക്കി 80 പേർക്ക് പുതിയ സ്കില്ലുകളില്ലെങ്കിൽ അവർ റിസ്കിലാണ്. പ്രത്യേകിച്ച് ഗൾഫിലെ ബാങ്കിംഗ്, അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള മേഖലയിലുള്ള മലയാളികൾ ശ്രദ്ധിക്കണം. ദുബായിലെയും സൗദിയിലെയും പല ബാങ്കുകളും 90% കസ്റ്റമർ സർവീസും ഇപ്പോൾ AI ചാറ്റ് ബോട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കോപ്പി പേസ്റ്റ് ടൈപ്പ് ജോലികൾ ചെയ്യുന്നവർക്ക് 2026 ശരിക്കും ഒരു അപായ സൂചനയാണ് നൽകുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. എല്ലാ ജോലിയും പോകും? ഒരിക്കലുമില്ല. മെഡിക്കൽ ഫീൽഡിങ്ങും ടീച്ചിങ്ങും ഒക്കെ എടുത്തു നോക്കാം. നേഴ്സായ മേരി ആന്റണിയുടെ കാര്യം നമുക്ക് പറയാം. രോഗിയുടെ BP നോക്കാനും മരുന്ന് കൊടുക്കേണ്ട സമയം ഓർമ്മിപ്പിക്കാനും ഇന്ന് സ്മാർട്ട് സിസ്റ്റങ്ങൾ ഹോസ്പിറ്റലിലുണ്ട്. എന്നാൽ ഒരു രോഗി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കാനോ ഒരു സർജറി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കൈപിടിച്ച് നടത്താനോ AIക്ക് കഴിയില്ല. ഇതിനെയാണ് ഹ്യൂമൻ ടച്ച് ആൻഡ് എംപതി എന്ന് പറയുന്നത്. മനുഷ്യ സഹജമായ വികാരങ്ങളും സഹായവും വേണ്ട മേഖലകളിൽ AI ഒരു സഹായം മാത്രമാണ്. ശാരീരികമായ അധ്വാനവും വികാരങ്ങളും കലർന്ന ജോലികൾ AIക്ക് പെട്ടെന്ന് പകരം വയ്ക്കാൻ പറ്റില്ല. നീതി ആയോഗിന്റെ 2026 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഹെൽത്ത് കെയർ, നേഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ തൊഴിലവസരങ്ങൾ 15% വർദ്ധിക്കുകയാണ് ചെയ്തത്. നമ്മുടെ കേരളത്തിലെ ടൂറിസം മേഖല തന്നെ നമുക്ക് നോക്കാം. ഒരു വിദേശി മൂന്നാറിലേക്ക് വരുമ്പോൾ അയാൾക്ക് വേണ്ടത് ഒരു റോബോട്ടിന്റെ സേവനമായിരിക്കില്ല, പകരം നമ്മുടെ നാടിന്റെ ആതിഥ്യ മര്യാദയായിരിക്കും. അതുകൊണ്ട് നേഴ്സിംഗ്, ഹോസ്പിറ്റാലിറ്റി, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ഹാൻഡ്സ് ഓൺ ജോലികൾ ചെയ്യുന്നവർക്ക് 2026 വലിയ ഡിമാൻഡ് ഉണ്ട്. അടുത്തതായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഹൈബ്രിഡ് സ്കിൽ. എന്താണത്? നമുക്കൊരു ഉദാഹരണം തന്നെ എടുക്കാം. ആ ഉദാഹരണത്തിന് രാഘവൻ എന്നൊരു കർഷകന്റെ കാര്യം പറയാം. പണ്ട് അദ്ദേഹം പറമ്പിൽ കീടം വന്നാൽ മരുന്നടിക്കാൻ ഒരാളെ വിളിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് രാഘവൻ ഒരു ഡ്രോൺ വാങ്ങി. ഡ്രോൺ പറത്തി ഏത് ഭാഗത്താണ് രോഗം എന്ന് AI വഴി കണ്ടുപിടിക്കുന്നു. രാഘവൻ ഇവിടെ ഒരു കർഷകൻ മാത്രമല്ല, ഒരു ഡ്രോൺ ഓപ്പറേറ്റർ കൂടിയാണ്. ഇതാണ് ഹൈബ്രിഡ് സ്കിൽ. അതായത് നിങ്ങളുടെ അടിസ്ഥാന ജോലിയോടൊപ്പം പുതിയ AI ടൂളുകൾ ഉപയോഗിക്കാൻ പഠിക്കുന്നത് കൂടിയാണ് ഹൈബ്രിഡ് സ്കിൽ എന്ന് പറയുന്നത്. ഇതിനെ AI ഓഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നു. 2026 കണക്ക് പ്രകാരം വെറും സോഫ്റ്റ്വെയർ എഞ്ചിനീയറേക്കാൾ 40% കൂടുതൽ ശമ്പളം AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയുന്ന എഞ്ചിനീയർക്ക് ലഭിക്കുന്നുണ്ട്. കേരള സർക്കാരിന്റെ KEDIS പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ തന്നെ ഇത്തരം റീസ്കില്ലിങ്ങിനായി പ്രത്യേക കോഴ്സുകൾ നൽകുന്നുണ്ട്. 2026 ഒരു സ്കില്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അവസാനമായി ഒരു ശരാശരി മലയാളി ഈ മാറ്റത്തെ എങ്ങനെ പണമാക്കി മാറ്റണം എന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനെ 3 രീതിയിൽ കാണാം. ഒന്നാമത്തേത് കരിയർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങളുടെ വരുമാനത്തിന്റെ 10% സ്വന്തം പഠനത്തിനായി മാറ്റിവെക്കുക. പുതിയ ടൂളുകൾ പഠിച്ചാൽ നിങ്ങളുടെ ഡിമാൻഡ് കൂടും. രണ്ടാമത്തേത് സെക്ടർ സെലക്ഷൻ ആണ്.
2026 പുതിയ ബജറ്റ് പ്രകാരം AI സെമി കണ്ടക്ടർ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ടാക്സ് ഇളവുകളുണ്ട്. അത്തരം സെക്ടറുകൾ ഫോക്കസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്തേത് ഒരു സംരംഭകൻ ആവുക എന്നതാണ്. AI ഉപയോഗിച്ച് ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം. ഉദാഹരണത്തിന് AI ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് സർവീസ് തുടങ്ങാം. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ സമരം ചെയ്തിരുന്നു, പണി പോകുമോ എന്ന് പേടിച്ച്. പക്ഷേ കമ്പ്യൂട്ടർ വന്നതോടെ ജോലി കൂടുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് AI നിങ്ങളുടെ പണി കളയില്ല, പക്ഷേ AI ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾ നിങ്ങളുടെ പണി കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് മാറ്റത്തെ പേടിക്കാതെ അതിനെ കൂട്ടുപിടിക്കുക. പണം സമ്പാദിക്കാൻ കഠിനാധ്വാനം മാത്രം പോരാ, കാലത്തിനൊത്ത മാറ്റവും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ AI മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. തൊഴിൽ സംബന്ധമായോ നിക്ഷേപ സംബന്ധമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് കൃത്യമായി പഠനം നടത്തുകയോ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുക. നന്ദി.